ഗാർഹിക പീഡന നിരോധന നിയമം. പ്രധാനമായിട്ടും 5 തരത്തിലുള്ള ഉത്തരവുകളാണ് നമുക്ക് ഈ നിയമത്തിൽ നിന്ന് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഈ നിയമം മൂലം നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് സംരക്ഷണ ഉത്തരവ് അഥവാ പ്രൊട്ടക്ഷൻ ഓർഡറാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് റെസിഡൻസ് ഉത്തരവാണ്. നമുക്ക് താമസിക്കുവാനുള്ള അല്ലെങ്കിൽ പാർപ്പിടത്തിനുള്ള ഉത്തരവ് ഈ നിയമം മൂലം നമുക്ക് സമ്പാദിക്കാം. മൂന്നാമതായി നോക്കിക്കഴിഞ്ഞാൽ മോണിറ്ററി റിലീഫ്, അതായത് ചിലവിന് ഉള്ള തുക അനുവദിച്ച് ലഭിക്കുന്നതിനേക്ക് വേണ്ട അല്ലെങ്കിൽ മരുന്നിനും പഠനത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും അങ്ങനെയുള്ള ആവശ്യത്തിലേക്കുള്ള ചില മെയിൻ്റനൻസ് ചോദിക്കാൻ നമുക്ക് സാധിക്കും. അത്തരത്തിലുള്ള ഉത്തരവ് സമ്പാദിക്കാം. അതുപോലെ തന്നെ കുട്ടിയുടെ ടെമ്പററി കസ്റ്റഡിയുടെ കാര്യങ്ങൾ നമുക്ക് ഈ ഉത്തരവിലൂടെ അല്ലെങ്കിൽ ഈ ഒരു നിയമം മൂലം ഉത്തരവ് സമ്പാദിക്കാൻ സാധിക്കും. ഇതുകൂടാതെ കോമ്പൻസേഷൻ ഉത്തരവ് നമുക്ക് സമ്പാദിക്കാം. നിങ്ങൾ അനുഭവിച്ച വെർബൽ അല്ലെങ്കിൽ ശാരീരിക, മാനസിക, എക്കണോമിക്കൽ അബ്യൂസിനെതിരെ ഒരു കോമ്പൻസേഷനും ഈ നിയമത്തിലൂടെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ഇത്തരത്തിൽ ഭർത്താവിൽ നിന്ന്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന്, അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്ന് ഈ പറയപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ നിയമം ഉപയോഗിച്ച് ഹർജി ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന നിയമപരമായുള്ള അറിവുകൾ തുടർന്ന് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ. താങ്ക് യു.